അങ്കണവാടിയിലെ മെനു പരിഷ്കരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ സർക്കാർ വിഷയം പരിശോധിക്കുകയാണെന്ന് വനിതാ ശിശു വികസന വകുപ്പിന്റെ വിവരാവകാശ മറുപടി. ഫെബ്രുവരി 3-നാണ് കൊച്ചു ശംഖു അവന്റെ ഭാഷയിൽ ബിർനാണിയും പൊരിച്ച കോഴിയും ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം പരിഗണിക്കുമെന്ന് അന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അഖില കേരള അങ്കണവാടി പിള്ളേഴ്സിന്റെ പ്രതിനിധിയായി ഉപ്പുമാവിനെതിരെ യുദ്ധം കുറിച്ച ശംഖുവിന്റെ വൈറൽ വീഡിയോ കാണാത്ത മലയാളി ഉണ്ടാവില്ല. ഉപ്പുമാവിന് പകരം ബിർനാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ശക്തമായ നിലപാടിനോട് മലയാളികളൊന്നാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെ ഫെബ്രുവരി 4-നായിരുന്നു സംസ്ഥാനത്തെ അങ്കണവാടികളിലെ മെനു പരിഷ്കരിക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം. തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ വിഷയത്തിൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. പ്രഖ്യാപനത്തിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടി പ്രപ്പോസൽ പരിശോധിച്ചു വരുന്നുവെന്ന് മാത്രം. പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് മെനു പരിഷ്കരണം നടപ്പിലാക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. നേരത്തെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നവർക്ക് യഥാസമയം വേതനം നൽകാതെ വലച്ച സർക്കാർ അങ്കണവാടി കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകാൻ അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമോ എന്നതും പ്രസക്തമായ ചോദ്യം തന്നെ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.